ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ ഞങ്ങളുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചേ. അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. സാധാരണ ആമിക്കുട്ടിയെ ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുത്തുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാനും കൂടെ ഒരുങ്ങേണ്ടതുകൊണ്ടാണ് ഈ കട്ടിലെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിനോടൊക്കെ ഒരു 2-3 പ്രാവശ്യം ഞാൻ ഓടേണ്ടി വന്നു അവിടെ പുറകിന്. ഈ ഡ്രസ്സ് നമ്മുടെ ആൾ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അത് മതിയെന്നും പറഞ്ഞിട്ടുള്ള വാശിയിൽ പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. വേറെ എങ്ങും അല്ല, രാശേൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. അന്നേരം പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഇട്ടോട്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് സമ്മതിച്ചേ. രാശേൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു അത് ചെയ്യേണ്ടത്, ഞാനങ്ങ് വിട്ടുപോയത്. വീഡിയോ എടുക്കുന്നത് അമ്പാടിപ്പനാണ് കേട്ടോ. അതുകൊണ്ട് എത്രത്തോളം ക്ലിയറാന്നുള്ളത് എനിക്കറിയില്ല. കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ താണ്ട ഒരുങ്ങാൻ തുടങ്ങി കേട്ടോ. ജീൻസും ആ ടോപ്പുമാണ് ഇട്ടത്. ഹെയർ ആണെങ്കിൽ ഏതാണ്ട് നനഞ്ഞ പടുതി ആയതുകൊണ്ട് രാവിലെ പോകണമായിരുന്നു. ഞങ്ങൾക്ക് അമ്പാടി മോന് പുസ്തകമൊക്കെ മേടിക്കാൻ പോകേണ്ടതുകൊണ്ട് രാവിലെ പോകണമായിരുന്നേ. അപ്പോൾ നനഞ്ഞ മുടി ആയതുകൊണ്ട് ഞാൻ കെട്ടാനൊന്നും പോയില്ല. ഇതുപോലെ വകന്നിട്ട് ക്ലിപ്പ് കുത്തി കൊടുത്തേ. ക്ലിപ്പ് കുത്തി ഞാനങ്ങോട്ട് തിരിഞ്ഞ പാടതെ നമ്മുടെ ആൾ വീണ്ടും ഓടി കേട്ടോ. ഞാൻ എന്തിനായിരുന്നു കൺമശി എടുക്കാനായിട്ട് തിരിഞ്ഞതാണേ, ഒരു പൊട്ടിട്ട് കൊടുക്കാൻ. പിന്നെ പൗഡറും എടുത്ത് ആ പൊട്ട് പടരാതിരിക്കാൻ. നമ്മൾ ഇട്ട പാടെ അതിന് പൗഡർ ഇട്ടില്ലെങ്കിൽ ആൾ പിന്നെ തെറ്റിച്ച് കളയും കേട്ടോ. അങ്ങനെ പുറകിന് പോയി ഇതേണ്ട പിടിച്ചുകൊണ്ട് വന്ന് വീണ്ടും കുത്താനൊക്കെ നിന്ന് തരുവേ. പക്ഷെ പെട്ടെന്ന് തന്നെ ആൾ പൗഡർ ഇട്ടോണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. ആ പോയത് കണ്ണാടി എടുക്കാനാണേ. എപ്പോഴാണെങ്കിലും ചെരുപ്പാണെങ്കിലും കണ്ണാടി ആണെങ്കിലും തലതിരിച്ചാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ റെഡിയായി ടാറ്റ പോകാൻ റെഡിയായ എൻ്റെ സന്തോഷമാണ് ആ കാണുന്നത്, മുഖത്തും ആ ചാട്ടത്തിലും. അപ്പോൾ പിന്നെ എൻ്റെ റെഡിയായാൽ വളരെ പെട്ടെന്നാണ് കേട്ടോ. അതേണ്ട ഞാനാണെങ്കിൽ ഇതുപോലത്തെ ബേബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ ഒരു 15 വർഷമെങ്കിലും ആയിക്കാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബേബി ക്രീമേ എൻ്റെ ഫേസിൽ പിടിക്കുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ കുരു വരും. അല്ലെങ്കിൽ തന്നെ എണ്ണ ചേർന്ന എന്ത് ഫുഡ് കഴിച്ചാലും 2 ദിവസത്തിനുള്ളിൽ കുരു വരും. അപ്പോൾ പിന്നെ പറയണോ അന്നേരം പുകിൽ. അപ്പം ബേബി ക്രീം ഇട്ടെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഹിമാലയയുടെ തന്നെ പൗഡറാട്ടോ ആമിക്കുട്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ വർഷങ്ങൾ മുതലേ ഇത് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ആമിക്കും ആവും എനിക്കും ആവും. അങ്ങനെ പൗഡർ ഇട്ട് ഒരുങ്ങി കേട്ടോ. അമ്പാടിപ്പൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എന്ത് പെട്ടെന്ന് കഴിഞ്ഞെന്നേ. പിന്നെ എനിക്ക് ആകെ ഒരു വൻ ടാസ്ക് എന്ന് വെച്ചാൽ മുടി കെട്ടുന്നതാണ്. ഇപ്പം നനഞ്ഞു കിടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല, കുളിപ്പിന്നൽ പിന്നിയാൽ മതി. നനഞ്ഞ മുടി ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണെഴുതിയേ. കണ്ണും അത് തന്നെ ഹിമാലയയുടെ തന്നെ കാജലാട്ടോ എഴുതിയത്. എന്നിട്ട് ഞാൻ ഐലൈനർ അതിൻ്റെ പുറത്തോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളർ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകും ഈ ഹിമാലയയുടെ എഴുതി കഴിയുമ്പോൾ. അതിൻ്റെ പുറത്തോട്ട് ഈ ഐലൈനറും കൂടെ എഴുതി കൊടുക്കാമെങ്കിൽ നല്ല കളറാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും കാജലൊക്കെ ആയി, നല്ല കളറുള്ള കാജലൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ യൂസ് ചെയ്യുന്നതേ. കറക്റ്റ് ആ കണ്ണെഴുതിക്കൊണ്ടിരുന്നപ്പം തന്നെ ആമിക്കുട്ടി വന്നു കേട്ടോ. അത് ആ കതക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു എഴുതിയെടുക്കാനേ. അത് നമ്മുടെ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നതാണ് കേട്ടോ. ഐലൈനർ കണ്ണി വീണാൽ അറിയാമല്ലോ, തീർന്ന് പിന്നെ എന്തുവാണേലും ഒരു വിധത്തിൽ എഴുതിയെടുത്ത് ഒരു കൊച്ചു പൊട്ടും വെച്ച്. ഇപ്പോഴാണ് പിന്നെയും കല്ലുപൊട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഞാൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് കറുത്ത പൊട്ടാണ്, കറുത്ത മറ്റേ ഐടെക്സിൻ്റെ പൊട്ടായിരുന്നേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കല്ലുപൊട്ടും ഡിസൈൻ പൊട്ടും ഒക്കെ വെക്കും കേട്ടോ. അതാണേലും വട്ടമായേ വെക്കാറുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക്, അതും ഹിമാലയയുടെ ലിപ് ബാം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് NYBയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-2.5 വർഷം അത്രയേ ആയുള്ളൂ കേട്ടോ. ഇപ്പോഴാണ് അടുത്തിടെയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ലിപ്സ്റ്റിക്ക്. പക്ഷെ ഉപയോഗിച്ച് തുടങ്ങിയപ്പം പിന്നെ അതില്ലാതെ പറ്റാത്ത അവസ്ഥയായി. പിന്നെ വൻ ടാസ്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതെല്ലാം കോതി വൃത്തിയാക്കി വരാനാണ് എനിക്ക് ഇച്ചിരി താമസം കേട്ടോ. പ്രത്യേകിച്ച് നനഞ്ഞ മുടിയും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി പാടാണ്. പിന്നെ അകന്ന ചീപ്പ് വെച്ചായി ഇരുന്നത്. അന്നേരം പിന്നെ വലിയ കുഴപ്പമില്ലാതെ എടുത്ത് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലാണ്. ഇപ്പം പ്രസവത്തിന് ശേഷം നല്ല രീതിയിൽ അമ്പാടിമോൻ്റെ പ്രസവത്തിന് ശേഷം ഇതുപോലായിരുന്നു, നല്ലതുപോലെ മുടി കൊഴിഞ്ഞായിരുന്നേ. പിന്നെ അതൊന്ന് റെഡിയായി വന്ന് ഓക്കെ ആയിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനുമാണ് 2ാമത്തെ ഡെലിവറിക്ക് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടം പോലെ മുടി കൊഴിയുക കേട്ടോ. അതുമല്ല മുടിയുടെ ആ ഒരു സ്ട്രക്ചറും മാറിയിട്ടുണ്ട്. ഇതുപോലെ അല്ലായിരുന്നു, ഒന്നും കൂടെ കോല് മുടിയായിരുന്നു. ചടയോ അങ്ങനെ ഒന്നും കൂടത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ചട കൂടുകയോ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടാതിരുന്ന് ശീലിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ ചട വന്നു കഴിയുമ്പോൾ എനിക്ക് ഈരാനും ഭയങ്കര ബുദ്ധിമുട്ടാണേ. പിന്നെ അമ്പലത്തിലൊക്കെ പോകത്തക്ക രീതിയിൽ നമ്മൾ കുളിപ്പിന്നൽ പിന്നുമല്ലോ, ആ പിന്നലാണ് കേട്ടോ പിന്നുന്നത്. വീട്ടിലോട്ടാണല്ലോ പോകുന്നത്.
അങ്ങനെ കുളിപ്പിന്നലും പിന്നി തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്താണ് മുടി ക്ലിപ്പ് ചെയ്യുമല്ലോ, അതും ചെയ്തു കേട്ടോ. ഞാൻ ചിരിക്കുന്നത് അമ്പാടിപ്പൻ അവിടെ നിന്ന് എന്തോ ഒന്ന് പറയുന്നുണ്ടായിരുന്നേ, പക്ഷെ ഞാനതങ്ങ് വിട്ടുപോയി എന്തുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, അത് ഞാൻ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ എത്ര ശ്രമിച്ചിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മുടിയുടെ വെച്ചിട്ട് എന്തോ ആണ് പറഞ്ഞത്, അതിന് ആ സമയം പോയെന്നോ എങ്ങാണ്ട് ആ പുള്ളി പറഞ്ഞെന്ന് തോന്നുന്നു. വീഡിയോസ് ഇങ്ങനെ ക്ലിപ്പ് വൈസ് ആണല്ലോ എടുക്കുന്നത്, അന്നേരത്തേക്ക് അതിലെങ്ങാണ്ട് ലോങ് ആയെന്നെങ്ങാണ്ട് ആ പുള്ളി പറഞ്ഞെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ആ ഒരു ക്ലിപ്പും കുത്തി കേട്ടോ. തൊട്ട് താഴെ നമ്മുടെ ആൾ കിടപ്പുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളേ. പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ മുടി ഷാമ്പൂ ഒക്കെ ചെയ്ത് ആ ഒരു ലെവലിൽ കിട്ടും കേട്ടോ. കൂട്ടത്തിൽ സ്വർണ്ണക്കമ്മൽ മാറിയിട്ട് വരവിൻ്റെ കമ്മലിടും. ഇതാണ് വ്യത്യാസം എന്നെ സംബന്ധിച്ച്. പിന്നെ വലത് കൈയിൽ 2 വളയുണ്ട്, അതിലേതെങ്കിലും ഒന്നെടുത്തിടുവേ. അപ്പം ഞാനും ആമിപ്പൊന്നും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ ആമിപ്പൊന്നിൻ്റെ. ആമിപ്പൊന്ന് സാധാരണ 2 വശമൊക്കെ കെട്ടുന്നതാണ് കേട്ടോ. ഇന്ന് മുടി നല്ലതുപോലെ നനഞ്ഞിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയത്. അമ്പാടിപ്പൊന്ന് റെഡിയായേ, ഞാനും റെഡിയായി കേട്ടോ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നാളെ ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.